ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു നടക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയുണ്ട്. ദുബായിലെ മതകാര്യ വകുപ്പിന് കീഴിൽ ഈ വർഷം മാത്രം ഇസ്ലാം സ്വീകരിച്ചവരുടെ എണ്ണം 5500-ൽ പരം ആളുകളാണ് ഈ വർഷം ഇസ്ലാം സ്വീകരിച്ചത്. നമുക്കറിയാം, ആരിഫ് ഹുസൈനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഖുർആനിൽ സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആരിഫ് ഹുസൈൻ പറഞ്ഞു നടക്കുമ്പോഴും ഇസ്ലാമിനെ തരം താഴ്ത്താൻ വേണ്ടി ഇസ്ലാം മതവിരോധികൾ ഇല്ലാ കഥകൾ പറഞ്ഞു നടക്കുമ്പോഴും ആ ഇസ്ലാം മതം അനുദിനം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്ലാം മതവിശ്വാസികളുടെ ഏറ്റവും പുണ്യമാസമായ റമളാനിൽ പോലും മലപ്പുറത്ത് വന്നാൽ ഒരു തുള്ളി വെള്ളം കിട്ടുകയില്ല എന്ന് പറഞ്ഞ ആളുകളുള്ള നാടാണ് നമ്മുടേത്. എന്തിനേറെ പറയണം, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഖുർആൻ പഠിക്കാൻ പോയ ആളുകൾ വരെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രമാണ് നമുക്കുള്ളത്. നമുക്കറിയാം, ആരെങ്കിലും ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അപ്പോൾ വിദേശികൾ പറയും അത് പൈസ കൊടുത്ത് ഇസ്ലാം മതം സ്വീകരിപ്പിച്ചതാണെന്ന്. ഇപ്പോൾ മാധവിക്കുട്ടിയുടെ വിഷയത്തിൽ തന്നെ നമുക്കറിയാം 100 കോടി കൊടുത്തു എന്നൊക്കെ പറയപ്പെടുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള വിദേശങ്ങൾ എല്ലാ കഥകൾ പറഞ്ഞു നടക്കുന്നത്? ഇതിനെക്കുറിച്ച് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ മിനിറ്റിലെ ചർച്ച എന്താ? ആരിഫ് ഹുസൈൻ ലണ്ടനിൽ പോയി തേഞ്ഞൊട്ടിയതാണല്ലേ? മാനവരാശിക്ക് ഗുണമില്ലാത്ത, സ്വന്തം മാതാവിന് പോലും ഒരു ഗ്ലാസിന്റെ വെള്ളം അന്ത്യസമയത്ത് ഉപകരിച്ചില്ല എന്ന് മാത്രമല്ല, മരിച്ചിട്ട് പോലും അവരുടെ മൃതദേഹത്തെ പോലും വെറുതെ വിടാത്ത ആ നിർഗുണനെ കുറിച്ച് നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ മറന്നുപോയൊരു വാർത്തയുണ്ട്. നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിരുന്നു ഇല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കൂ. ഈ വർഷം മാത്രം ദുബായിലെ മതകാര്യ വകുപ്പിന്റെ കീഴിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചവരുടെ എണ്ണം 5500 സംതിങ് ആണ്. എന്തെല്ലാം തരത്തിലുള്ള ഫോബിയകൾ, എന്തെല്ലാം തരത്തിലുള്ള വൃത്തികേടുകൾ. ഇന്നിപ്പോ ആരിഫ് ഹുസൈനുമായി ബന്ധപ്പെട്ട സംജാതമായ ഒരു ചർച്ച തന്നെ നോക്കി. ഖുർആനിൽ സ്വന്തം മകളെ വിവാഹം കഴിക്കാമെന്നുണ്ട് എന്ന ചർച്ച. എത്ര കാലം അദ്ദേഹം ഈ സമൂഹത്തിൽ ആ വിദ്വേഷവും ആ തെറ്റിദ്ധാരണയും അദ്ദേഹം പടർത്തി. അത് ഏറ്റെടുത്തവരാണ് രസം. അത് ഏറ്റെടുത്തവരാണ് നമ്മുടെ കേരളത്തിൽ ആരാണ് ഏറ്റെടുത്തുള്ളത്? ആരിഫ് ഹുസൈനെ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരിൽ ആരെങ്കിലും നോർമൽ ഉണ്ടോ? നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടോ? അവന്റെയൊക്കെ വായിന്ന് വരുന്നൊരു വർത്തമാനം, സഭ്യമായ ഒരു വർത്തമാനം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ സഭ്യതയും ഈ അച്ചടക്കവും ഈ ധാർമ്മിക ബോധവും ഇല്ലാത്തതിന്റെ കാരണം കൊണ്ടാണ് ഈ ആളുകൾ മറ്റൊന്നിലേക്ക് ഒഴുകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കൂ, ഇത്രത്തോളം ആളുകൾ മറ്റേത് ആശയത്തിലേക്കാണ് ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഏറ്റവും കൂടുതൽ മോശവും തെറ്റിദ്ധരിപ്പിക്കലും ആക്ഷേപവും ആക്രോശവും ഒക്കെ നടത്തുന്ന ഈ മതത്തിനെതിരെയാണ്. ആ മതം വിശ്വസിക്കുന്ന ആളുകൾ ധരിക്കുന്ന വസ്ത്രം, ആ മതത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീകൾ, ആ മതത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പരിതപിക്കുകയും പരിഭവിക്കുകയും സമൂഹ മധ്യം പല വൃത്തികേടുകളും പറഞ്ഞിട്ടും എങ്ങനെയാണ് ഈ മനുഷ്യരൊക്കെ ഇതിന്റെ ഭാഗമാകുന്നത്? ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, ഇന്ന് ഞാനും എന്റെ കുടുംബവും ആലപ്പുഴ ബീച്ചിലിരിക്കുമ്പോൾ ഗോപകുമാർ എന്ന് പറയുന്ന ഒരാള് എന്നെ ഒന്ന് പരിചയപ്പെട്ടു. എന്റെ ഭാര്യ അടുത്തിരിപ്പുണ്ട്, അവളാണ് ഈ വീഡിയോ എടുക്കുന്നത്. അവള് ചിരിച്ചു പോയത്. വർത്താനം പറഞ്ഞു വന്നപ്പോഴേക്കും അവള് പതുക്കെ എന്റെ ചെവി ഒന്ന് സലാം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 3 വർഷമായിട്ട് ഞാൻ ഇസ്ലാം ഫോളോ ചെയ്യണം, രഹസ്യമായിട്ട് നിസ്കരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞ അനുഭവമാണ്. അദ്ദേഹം നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണെന്ന് കൂടി ആ സ്നേഹം പങ്കുവെച്ചിട്ട് അയാൾ പറഞ്ഞ ഓടി വന്ന് കണ്ടപ്പോ ഇങ്ങനെ അല്ലാഹുവിന്റെ ദീനെ രഹസ്യമായി പുൽകിക്കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാശയം മഹിതമാണ്, ഇസ്ലാം മോശമാണ് എങ്കിൽ നിങ്ങളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ വായിന്ന് വരുന്ന വർത്താനെങ്കിലും മര്യാദ ഉള്ളതാവണ്ടേ. ശശികല ടീച്ചർ, ലസിത പാലക്കല്, ഫസൽ കാരട്ട്, ഇങ്ങനെ തുടങ്ങിയുമ്പോ ഈ ആരിഫ് ഹുസൈൻ ആകട്ടെ, മറ്റ് നിങ്ങൾ ഈ പറയപ്പെട്ട വിദ്വേഷ ഹാൻഡിലൂടെ പ്രവർത്തിക്കുന്നവരാകട്ടെ, ഇവരെയൊക്കെ ഒരു 5 മിനിറ്റ് ഒരു മനുഷ്യൻ കേട്ടുകൊണ്ടിരുന്നാൽ ആ മനുഷ്യന്റെ മനസ്സ് നെഗറ്റീവ് അല്ലാതെ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടാവും. ഹാദിയ, നിങ്ങൾ എന്തെല്ലാം ശ്രമിച്ചു ഹാദിയനെ ഒന്നും മാറ്റിയെടുക്കുക. എന്തുകൊണ്ടാണ്? ഹാദിയിൽ അടിവേര് ഉറച്ചത് കൊണ്ടാണ്. എന്നും മാത്രമല്ല, നിങ്ങളുടെയൊക്കെ ഒരു ഭയപ്പാടുണ്ട് മുസ്ലിം കുട്ടികളോടൊപ്പം സഹകരിക്കുമ്പോൾ. എന്തുകൊണ്ടാണ്? എന്നാൽ നിങ്ങളോടൊപ്പം നമ്മൾ സഹകരിക്കുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല. നിങ്ങൾ പല ആളുകളോട് നമ്മൾ സഹകരിക്കുന്നുണ്ട്, നമുക്കൊന്നും ഒരു അട്രാക്റ്റീവും തോന്നില്ല. നിങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പരിവർത്തനപ്പെടുന്നു. ഇപ്പൊ നിങ്ങൾ പറയും പൈസ കൊടുത്തിട്ടാണ്.
പൈസ കൊടുത്തിട്ടല്ലേ? ഓക്കെ. ഇപ്പൊ മാധവിക്കൂടെ വിഷയം പറയുമ്പോഴത്തേക്ക് 100 കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ അപ്പൊ 100 കോടി രൂപ ഉണ്ടെങ്കിൽ എല്ലാവരും കുറച്ച് ആളുകൾ വിളിച്ച് പെണ്ണിട്ടിച്ചാൽ പറയാം. കുറെ കുട്ടികളുണ്ടാവില്ല. എന്തിനാ മാധവിക്കുട്ടിനെ 100 കോടി കൊടുക്കുന്നത്? 100 പേർക്ക് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് പറയുന്നത് മക്കളുടെ പ്രസവവും ചെലവൊക്കെ അങ്ങനെ നോക്കണം, നമ്മൾ കൊടുത്താൽ പോരെ? എത്ര കുട്ടികൾ ഉത്പാദിപ്പിക്കും? അതല്ലല്ലോ ചെയ്തത്. അതൊക്കെ മോശവും മണ്ടത്തരവുമാണ്. ആളുകൾ നോക്കിക്കാണുന്നത് അവർക്ക് എവിടെയാണ് സമാധാനമുള്ളത്, എവിടെയാണ് സന്തോഷമുള്ളത്, എവിടെയാണ് അവർക്ക് സമാധാനപൂരിതമായി ഒരു പീസ്ഫുള്ളായ ലൈഫ് നയിക്കാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അതിലേക്ക് പോകും. ഒരൊറ്റ സൂക്തം, സൂറത്ത് യൂസുഫ് എന്ന് പറയുന്ന ഒരു സൂക്തത്തിലെ ഒരു ആ അധ്യായം മുഴുവനുമല്ല, ഒരു വചനം കേട്ടപ്പോഴാണ് കാറ്റ് സ്റ്റീവൻ, ലോകം കണ്ട ഏറ്റവും വലിയ പോപ്പ് ഗായകനായ കാറ്റ് സ്റ്റീവൻ യൂസുഫുൽ ഇസ്ലാമായി മാറിയത്. മൗറിസ് ബുക്കായിയുടെയൊക്കെ ചിന്തകൾ നമ്മൾ പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്. ഡോക്ടർ മൗറിസ് ബുക്കായി എങ്ങനെയാണ് അദ്ദേഹം ആശയത്തിന്റെ ഭാഗമായി വന്നത്? അതുകൊണ്ട് നിങ്ങൾ വിമർശനം തുറന്നുകൊണ്ടേയിരിക്കണം. ഇതിന്റെ ഉള്ളിലൂടെ സൈലന്റായി ഇതിനെയൊക്കെ നോക്കിക്കാണുന്ന അനേകായിരം മനുഷ്യരുണ്ട്. ആരിഫ് ഹുസൈൻ പോലും അള്ളാഹുവിന്റെ ദീനിന് സഹായമാണ്. കാരണം അവൻ പറയുന്ന വിഷയങ്ങളെ മറ്റൊരു വിഷയമുണ്ടോ, മറ്റൊരു തലമുണ്ടോ എന്നൊരു മനുഷ്യൻ പഠിക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാമിന്റെ ശാന്തല തീരത്തേക്കായിരിക്കും അവൻ എത്തിച്ചേരുന്നത്. പിന്നെ മുസ്ലിമീങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, ഒരു ഉപദേശം, ഈ വരുന്നവരെല്ലാം വലിയ ക്വാളിറ്റി ഉള്ളവരായി മാറുകയാണ്. പക്ഷേ നമ്മളിൽ നിന്ന് അള്ളാഹു ഔദാര്യമായി തന്ന മതം നമ്മളിൽ നിന്ന് ക്വാളിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള പലരെയും കണ്ടിട്ട് അള്ളാഹുവിന്റെ ദീന് വെറുത്തു പോവാണ്. യഥാർത്ഥ മുസ്ലിമായ ഒരു മനുഷ്യന്റെ പ്രവൃത്തി കണ്ടാൽ ഏതൊരു മനുഷ്യനും ആ മതത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും പഠിക്കാനും കേൾക്കാനും താല്പര്യം തോന്നും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും പല്ല് കടിക്കുന്നവരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഇസ്ലാം ഉപേക്ഷിച്ചു വന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വർത്താനം നിങ്ങൾ കേട്ടു നോക്കുക. ഇസ്ലാമിലേക്ക് വന്ന ഏറ്റവും കുറഞ്ഞ ഈസ പെരുമ്പാവൂരിന്റെ മാത്രം നോക്കിയാൽ മതി. അദ്ദേഹം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അപ്പം ഇസ്ലാം ഉപേക്ഷിച്ചു വന്നവരും ഇസ്ലാമിലേക്ക് വന്നവരുടെയും വർത്തമാനങ്ങൾ, സംവാദങ്ങൾ, ചർച്ചകൾ കേട്ടു നോക്കും.